അസ്സലാമലൈക്കും. ഈ മസ്റ്റ് ട്രൈ ഐറ്റം സദ്യയിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കൂട്ടുകറി. ഇതിൻ്റെ റെസിപ്പി നോക്കിയാലോ. മത്തൻ, ചേന, പച്ചായിക്ക, വെള്ളരി ഇത്രയും ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്ക് തലേന്ന് കുതിർത്ത് വെച്ചിട്ടുള്ള കടല ഒന്ന് വേവിച്ചെടുക്കാം. അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞളും ചേർത്ത് ആദ്യത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും പിന്നെ 2 വിസിൽ ലോ ഫ്ലെയിമിലും ഇട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ വെജിറ്റബിൾസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റി ഉപ്പ്, മഞ്ഞൾ, മുളക്, കറിവേപ്പില ചേർത്ത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 50 പേർക്കുള്ള കൂട്ടുകറിയാണ് റെഡിയാക്കുന്നത്. ഇനി ഇതിലേക്ക് തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് വെജിറ്റബിൾസും തേങ്ങയൊക്കെ കുറയ്ക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ വറക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കടുക്, ഉഴുന്ന്, കറിവേപ്പില, വറ്റൽമുളക്. ഈ ഉഴുന്നൊക്കെ ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിട്ടുള്ള തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങ നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെയും നമ്മൾ വറുത്തുകൊണ്ടിരിക്കുക. ഇതിനിടയിൽ നമ്മുടെ വെജിറ്റബിൾസ് വെന്തിട്ടുണ്ടോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്യുക. ചേന മാത്രമാണൊന്ന് വേവാൻ കുറച്ച് പണിയുള്ളത്. ചേന വെന്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ഉറപ്പായിട്ടും വെന്തിട്ടുണ്ടാവും. ഇനി എൻ്റെ പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഞാനിതൊക്കെ ഒന്ന് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങയിൽ നിന്നും ഒരു ഹാഫ് പോർഷൻ എടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം അതും നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് വറ്റി വരുമ്പോൾ അതിലേക്ക് ബാക്കി വറുത്ത തേങ്ങയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി വറ്റി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണയിൽ വറ്റൽമുളകും കറിവേപ്പിലയും കുറച്ച് കുരുമുളകും പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വറവിട്ട് കൊടുക്കുക അതിൽ. ഇനി ഇത് നമുക്ക് നല്ല ചൂടോടെ തന്നെ സെർവ് ചെയ്ത് സദ്യയിൽ വിളമ്പാം. തണുത്ത് വരുമ്പം ഒന്നും കൂടി ടൈറ്റ് ആവും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ബൈ.